ഇന്ത്യയിൽ എമ്പാടും ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെട്ട അനവധി സംഭവങ്ങളുണ്ട്. കാശ്മീരിൽ പണ്ഡിറ്റുകൾ പലായനം ചെയ്ത സംഭവം മൂടിവെക്കപ്പെട്ടിട്ട് പതിറ്റാണ്ടുകളായി. ഒടുവിൽ ആ സത്യമെല്ലാം തിരിച്ചറിയപ്പോഴും ഒട്ടും കുറ്റബോധമില്ലാതെ നിന്നവരാണ് ഇന്ത്യയിലെ പല രാഷ്ട്രീയ പാർട്ടികളും. പക്ഷേ ഇപ്പോൾ ഇസ്കോന്റെ വിഷയം വന്നപ്പോൾ, ചിന്മയ കൃഷ്ണദാസ് സ്വാമികളുടെ അറസ്റ്റിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭം കണ്ടപ്പോൾ മാറി നിൽക്കാൻ കോൺഗ്രസിനോ മറ്റു പ്രതിപക്ഷ പാർട്ടികളോ കഴിയുന്നില്ല. അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ: ഇന്ത്യ പഴയതുപോലെ മതേതരമല്ല. ഹിന്ദു പഴയതുപോലെ ചിഹ്നിച്ചിതറിയ വോട്ടർമാരല്ല. അവരിന്ന് സംഘടിത ശക്തിയായ ഒരു വോട്ട് ബാങ്കാണ്. അതിൻ്റെ ശക്തിയാണ് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും അടക്കം ഇപ്പോൾ കണ്ടുവരുന്നതും. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ചാടി വീണതും UN ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടതും. കൽക്കത്തയിൽ അവർ ബംഗ്ലാദേശ് എംബസിയിലേക്ക് പ്രകടനം നയിച്ചു. പിന്നാലെ വന്നത് മമതാ ബാനർജി കേന്ദ്രത്തിന് സർവ്വവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര നടപടികൾക്ക് ഒപ്പം നിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ചെറുതും വലുതുമായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയവും നിലപാടുകളും മതേതരത്വവും മാറ്റിവെച്ചുകൊണ്ട് ഹിന്ദുവിൻ്റെ പ്രശ്നത്തിന് മുന്നിട്ടിറങ്ങുന്ന ഒരു കാഴ്ചയാണിപ്പോൾ ഈ ഇസ്കോൺ വിഷയത്തിലും ബംഗ്ലാദേശിലെ പീഡിപ്പിക്കപ്പെടുന്ന ഹിന്ദുവിൻ്റെ വിഷയത്തിലും കാണാൻ കഴിയുന്നത്. ഇതൊരു പുതിയ ഇന്ത്യയാണ്, പുതിയ മാറ്റമാണ്. കാലങ്ങളായി പലയിടങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ടവൻ്റെ പുതിയ ഉയർത്തെഴുന്നേൽപ്പായിട്ട് വേണം ഇതിനെ നാം കരുതാനായി. ലോകമെമ്പാടും ഇന്ന് ഹിന്ദുക്കൾ സംഘടിത ശക്തിയായി തന്നെ പ്രകടനത്തിനിറങ്ങുന്നു. മുൻപ് ഇതായിരുന്നില്ല അവസ്ഥ. ഓരോ മഠവും ഓരോ ആശ്രമവും ആക്രമണങ്ങൾക്ക് ഇരയാകുമ്പോൾ ഹിന്ദു കണ്ടില്ലെന്ന് നടിച്ചു. ഇന്ന് അങ്ങനെയല്ല. ചെറുതും വലുതുമായ ആശ്രമങ്ങൾക്ക് നേരെയോ മഠങ്ങൾക്ക് നേരെയോ സന്യാസി സമൂഹത്തിന് നേരെയോ ആക്രമണമുണ്ടായാൽ ഹിന്ദു ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങുന്നു. അതിനവന് ഒരു സംഘടനയുടെ ലേബൽ ആവശ്യമില്ല. ഇതൊരു പുതിയ ഇന്ത്യയുടെ മുന്നേറ്റമാണ്, സംഘടിത ശക്തിയുടെ മുന്നേറ്റമാണ്. അരികുപറ്റി ഇനി പിന്നോട്ട് പോകാൻ ഒരിഞ്ചില്ലെന്ന് മനസ്സിലാക്കിയ ഹിന്ദു അവസാനത്തെ പിടിവള്ളിയായി മുന്നോട്ട് കുതിക്കുന്നു. ഇതിനൊപ്പം നിന്നില്ല എങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ ബഹുഭൂരിപക്ഷവും കടപുഴകും. യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ പീഡനത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെ വലിയ വായിൽ നിലവിളിക്കുന്നതും. മുൻകാലങ്ങളിൽ കാശ്മീരിലും മറ്റിടങ്ങളിലുമൊക്കെ ഹിന്ദു അട്ടിപ്പായ്ക്കപ്പെട്ടപ്പോൾ, അവിടെ ആക്രമിക്കപ്പെട്ടപ്പോൾ കമാന്നൊരക്ഷരം മിണ്ടാത്തവരൊക്കെ ഇപ്പോൾ വലിയ വായിൽ നിലവിളിച്ചു വരുന്നതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: ഹിന്ദു പഴയ ഹിന്ദുവല്ല, ഇന്ത്യ പഴയ ഇന്ത്യയും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.